ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ കുഞ്ഞുവാവകളെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉറക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുവാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും ചുമന്ന കളറുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് നോക്കാം കുഞ്ഞുവാവകൾ ഉറങ്ങാത്ത 5 കാരണങ്ങൾ എന്തൊക്കെ ആവാമെന്ന്. ആദ്യത്തെയാണ് കൊലിക് പെയിൻ. ചിലപ്പോൾ കുഞ്ഞുവാവയ്ക്ക് വയറ്റിന് എന്തെങ്കിലും അസ്വസ്ഥതയോ വയറുവേദനയോ ഗ്യാസ്ട്രിക് പ്രോബ്ലമോ അല്ലെങ്കിൽ ഇൻഡൈജഷൻ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞുവാവ കരയും. പിന്നെ കുഞ്ഞുവാവയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. അടുത്ത കാരണം ചിലപ്പോൾ നമ്മൾ കുഞ്ഞുവാവകളെ ഉടുപ്പിച്ച ഡൈപ്പറിലോ അല്ലെങ്കിൽ തുണിയോ നനഞ്ഞിരിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുഞ്ഞുവാവ ഉറങ്ങത്തില്ല, അവർക്കൊരു അസ്വസ്ഥത പോലെ ഉണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും കുഞ്ഞുവാവകളെ ഉടുപ്പിക്കുന്ന തുണികൾ നന്നായിട്ട് കുടഞ്ഞിട്ട് വേണം ഉടുപ്പിക്കാൻ പാടുള്ളൂ. എങ്കിൽ എന്തെങ്കിലും നനവുണ്ടെങ്കിൽ തുണി മാറ്റിയിട്ട് വേണം നമ്മൾ കുഞ്ഞുവാവകളെ ഉറക്കാൻ. ഇനി മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന എന്തെങ്കിലും ശബ്ദങ്ങൾ, പാത്രത്തിൻ്റെ ആവാം, മൊബൈലിൻ്റെ ആവാം, ടി വിയുടെ ആവാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ബഹളമോ ശബ്ദം കാരണം കുഞ്ഞുവാവയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും, കുഞ്ഞാവ ഉറങ്ങില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞാവനെ ഉറക്കുന്ന റൂം എപ്പോഴും ഒരു ശബ്ദവും ഇല്ലാതെ നല്ല കാമായിട്ടിരിക്കുന്ന റൂമാവണം. ഇനി ഒരു നാലാമത്തെ കാരണം ചിലപ്പോൾ വെളിച്ചമായിരിക്കും. നമ്മുടെ ജനലിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ബൾബോ ട്യൂബ് ലൈറ്റിൻ്റെ പ്രകാശം കാരണം കുഞ്ഞുവാവയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അത് കണ്ണിലോ മുഖത്തിലോ തട്ടുവാണെങ്കിൽ കുഞ്ഞുവാവയ്ക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന റൂമിൽ നമ്മൾ എപ്പോഴും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വേണം ഉറക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു ലൈറ്റ് ഓൺ ചെയ്യാം. ഇനി അടുത്ത 5ാമത്തെ റീസണാണ്, കുഞ്ഞുവാവയുടെ വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടില്ലെങ്കിലും കുഞ്ഞാവ കരയും, ഉറങ്ങത്തില്ല. ഇപ്പോൾ കുഞ്ഞുവാവകളാണെങ്കിൽ നമ്മൾ ഉറക്കാൻ പോകുന്നതിന് മുന്നേ നന്നായിട്ട് പാല് കൊടുത്തിട്ട് വേണം സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഉറക്കാൻ. പാല് കൊടുത്തോണ്ട് ഉറക്കല്ലേ, പാൽ കൊടുത്തു കഴിഞ്ഞിട്ട് മാറ്റി ഉറക്കാൻ നോക്കണം. അല്ലെങ്കിൽ വലിയ കുട്ടികളാണെങ്കിൽ കുറുക്കൊക്കെ കൊടുത്ത് നന്നായിട്ട് വയറ് നിറച്ച് ഉറക്കാം. ഇനി അടുത്ത കാരണങ്ങൾ ചിലപ്പോൾ കുഞ്ഞുവാവയ്ക്ക് ജലദോഷം ആവാം, പനിയാവാം. ജലദോഷം കാരണം മൂക്കടഞ്ഞ് പോയി കഴിഞ്ഞാൽ ശ്വാസം കിട്ടില്ല. അത് കാരണം ഉള്ള അസ്വസ്ഥത കാരണം ചിലപ്പോൾ കുഞ്ഞുവാവ ഉറങ്ങില്ല. അങ്ങനെ കുഞ്ഞുവാവ ഉറങ്ങാതെ അങ്ങനെ ഒത്തിരി കരഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഡോക്ടറിനെ പോയി ചെന്നൊന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ഒരു കഥയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുവാവേനെ എങ്ങനെ ഉറക്കുമായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. കുഞ്ഞുവാവകൾ നന്നായിട്ട് ഉറങ്ങണമെങ്കിൽ, നന്നായിട്ട് വളരണമെങ്കിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നല്ലൊരു മസാജാണ്. ഞാൻ എപ്പോഴും കുഞ്ഞിനെ ഉറക്കുന്ന മുന്നേ ആയിട്ട് പകൽ സമയമാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്യിപ്പിക്കുമായിരുന്നു. നല്ലൊരു മസാജ് ഓയിൽ കയ്യിലെടുത്തിട്ട് ഞാൻ നന്നായിട്ട് കാലിൻ്റെ ഭാഗവും വയറും എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മസാജ് ചെയ്യിപ്പിക്കുമായിരുന്നു. നന്നായിട്ട് നമ്മൾ മസാജ് കൊടുക്കുമ്പോൾ കുഞ്ഞ് നല്ല റിലാക്സ് ആയിട്ട് ഫീൽ ആവും. കുഞ്ഞ് നല്ല കംഫർട്ടബിൾ ആയിട്ട് കുഞ്ഞിന് തോന്നും. നല്ല ഒരു ഉറക്കം വരും. കുഞ്ഞ് നല്ല റിലാക്സ് ആവും. കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഓവറോൾ ഹെൽത്ത് ഡെവലപ്മെൻറ്റും മസാജ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞും അമ്മയും തമ്മിലുള്ള ആ ബോണ്ട് നന്നായിട്ട് ക്രിയേറ്റ് ആവണമെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കണം. ഈ മസാജൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുഞ്ഞുവാവേനെ ഉറക്കാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും. കുഞ്ഞിനെ നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ, ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും നന്നായിട്ട് സഹായിക്കും. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും നല്ലതാണ്, കാലിനും കൈക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യിപ്പിക്കുക, നന്നായിട്ടൊരു ടമ്മി ടൈം കൊടുക്കുക. അപ്പോൾ ഞാൻ വയറ്റിൻ്റെ ഭാഗത്ത് കുഞ്ഞിനെ കമത്തി കിടത്തി കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുഞ്ഞിന് വയറ്റിലുള്ള അസ്വസ്ഥതകൾ മാറും. കുഞ്ഞിന് നല്ലൊരു നെക്കും ഷോൾഡറൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിപ്പിച്ചെടുക്കുമായിരുന്നു. ഇപ്പോൾ തണുപ്പ് സമയമാണെങ്കിൽ വൈകുന്നേരം മാത്രം തുടപ്പിച്ചെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ലോഷൻ കൊണ്ട് മസാജ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ ഉറക്കുവാണെങ്കിൽ കുഞ്ഞുവാവ നന്നായിട്ട് ഉറക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുഞ്ഞുവാവയുടെ റൂം എപ്പോഴും ഒരു ഡിം ലൈറ്റ് മാത്രം വയ്ക്കാൻ പാടുള്ളൂ. ഭയങ്കര വെളിച്ചം വെച്ചാൽ ചിലപ്പോൾ കുഞ്ഞുവാവ ഉറങ്ങില്ല. പിന്നെ കുഞ്ഞിൻ്റെ ബെഡ് നന്നായിട്ട് നീറ്റാക്കി വയ്ക്കുക, അടുത്ത് തുണികളൊന്നും വയ്ക്കാതിരിക്കുക. കുഞ്ഞുവാവ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക, കുഞ്ഞാവ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, കൊതുക് കടിക്കുന്നുണ്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞാവയുടെ റൂമിൽ മാത്രം ശബ്ദങ്ങളോ വെളിച്ചമോ അധികമായിട്ട് പാടില്ല. ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചം ഇട്ട് കൊടുക്കാം, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ റെഗുലറായിട്ട് ഡെയിലി ഒരു സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുവാണെങ്കിൽ കുഞ്ഞാവ ആ സമയത്ത് ഉറങ്ങും. ഞാൻ ഒരു 7 മണിയാകുമ്പോൾ വൈകുന്നേരം ഉറക്കുമായിരുന്നു, ആ സമയത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഇനിയുള്ളത്, നമുക്ക് വേണമെങ്കിൽ കുഞ്ഞാവിന് ബെഡിൽ ഉറക്കാൻ പാടാണെങ്കിൽ നമ്മൾക്ക് സാരി കൊണ്ട് നമ്മൾ ഊഞ്ഞാൽ കെട്ടത്തില്ലോ, ആ രീതിയിൽ നമുക്ക് ഊഞ്ഞാൽ കെട്ടി ഉറക്കുവാണെങ്കിൽ കുഞ്ഞാവ പെട്ടെന്ന് തന്നെ ഉറങ്ങും. കാരണം കുഞ്ഞുവാവയ്ക്ക് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ തോന്നും, നല്ല കംഫർട്ടബിൾ ഫീലായിട്ട് കുഞ്ഞാവ പെട്ടെന്ന് തന്നെ ഉറങ്ങും. അപ്പോൾ ഉറങ്ങുന്ന മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ റെഗുലറായിട്ട് ഒരു സമയം തന്നെ നമ്മൾ ഡെയിലി ഉറക്കണം. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഒരു ശീലമാവും, ഇതിപ്പോൾ അമ്മ മസാജ് ചെയ്യാൻ പോവുകയാണ് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് അമ്മ കുളിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കൊണ്ടുപോകും. അപ്പം എൻ്റെ ഉറങ്ങുന്ന സമയമാണ് ഈ സമയം, അതുകൊണ്ടാണ് അമ്മ മസാജ് ചെയ്യുന്നതും അമ്മ എന്നെ കുളിപ്പിക്കാൻ പോകുന്നതും. അപ്പോൾ ആ ഒരു കാര്യം അവർ മൈൻഡിൽ ഫിക്സ് ചെയ്യും. അപ്പം ഞാൻ പകൽ സമയം ഉറങ്ങുന്നതിന് മുന്നേ കുഞ്ഞിനെ മസാജ് ചെയ്തിട്ട് ഉറക്കുമായിരുന്നു. അതുപോലെ
അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 6-6:30 ആകുമ്പോഴേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് തല കുളിപ്പിക്കത്തില്ല, ദേഹം കുളിപ്പിച്ചിട്ട് ഉറക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. ഇപ്പം നമുക്ക് തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ എന്നും കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് തുടപ്പിച്ചെടുത്താൽ മതി. എന്തെങ്കിലും ഒരു ബേബി ലോഷൻ കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് സൗണ്ടൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കിടക്കുന്ന മുന്നേ നന്നായിട്ടൊന്ന് ഫീഡ് ചെയ്തിട്ട് ഉറക്കി കഴിഞ്ഞാൽ കുഞ്ഞാവ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.